എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ഇത് തന്നെ പ്രായമുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ആഹ്ലാദഭരിതരാകുന്നുണ്ടാവും. ചെറിയ കുട്ടിയൊക്കെയുള്ള ഒരു ഇതുപോലെയാണ് ഇത് കാണുന്നത്. കോഴിക്കോട് കോർപ്പറേഷനായിട്ടുള്ള ഒരു വലിയൊരു കൊളാബറേഷൻ നമ്മൾ സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ലൈക്ക് നമ്മൾ വേറൊരു മീറ്റിങ്ങിനും വേണ്ടി വേറൊരു കൊളാബറേഷനും വേണ്ടി ഷെറിൻ ഖദീജനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അന്നാണ് ഷെറിൻ ഖദീജ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് വന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇതുവരെ സ്റ്റുഡൻസിനെ വെച്ച് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് നമുക്കത് ചെയ്ത് പരിചയമില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. ഞങ്ങളുടെ മെയിൻ ചലഞ്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഫുൾ ഓഫ് ചെയ്യാൻ അധികം ടൈമില്ല. ഞങ്ങൾ ഡെഡ് ലൈൻ ആദ്യം പറഞ്ഞത് 9 days. അപ്പം എത്രയും പെട്ടെന്നൊരു ഇനീഷ്യൽ പിച്ച് ഉണ്ടാക്കുക, കൊണ്ടുപോയിട്ട് അതിൻ്റെ റിവ്യൂ എടുക്കുക, പിച്ച് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക്കാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടിയത്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ വേഗം പോയിട്ട് എൻ്റെ സ്കെച്ച് ബുക്ക് എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ വെറുതെ ഓക്കെ എന്താണോ തോട്ട്സ് ഉള്ളത് ജസ്റ്റ് വരക്കാൻ തുടങ്ങി. അത് ഒരു സൈഡ് ഓക്കെ ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഇത് വന്നു. അപ്പം അപ്പുറത്തെ സൈഡ് എന്ത് ചെയ്യണം എന്നുള്ളത് ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുന്നത് പ്രസ്ലിയാണ്. നമുക്ക് ഒരു സൈഡ് ചൈൽഡ്ഹുഡ് എന്നുള്ള തീം പോവാമെന്നും ഇപ്പുറത്ത് അവർ ഓൾഡ് ഏജ് എന്നുള്ള തീം പോവാമെന്നും പറയുന്നത്. ഇത് ചെയ്ത് നമ്മൾ കോർപ്പറേഷനിൽ പോയി അവരെ പിച്ച് ചെയ്യാനുള്ള രീതിയിൽ പോയപ്പോൾ അവർക്ക് ആദ്യം അത്ര ഓക്കെ അല്ലായിരുന്നു. അത് അവർക്ക് എങ്ങനെയാണ് അത് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. പക്ഷെ അവർ ആദ്യം അത്ര ഓക്കെ ആയിട്ട് പറഞ്ഞില്ല. നമ്മൾ വിചാരിക്കുന്നില്ല ഇത് റിജക്റ്റഡ് ആവുമെന്ന്. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എല്ലാവർക്കും. അതുമല്ല ഒറ്റ ഡിസൈനാണുള്ളത്, ഒരു ഓപ്ഷൻ ബി ഉണ്ടായിരുന്നില്ല, ഒറ്റ ഡിസൈൻ മാത്രം. ഞങ്ങൾക്ക് ആദ്യം റിജക്ഷൻ കിട്ടിയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പിച്ചിങ്ങിൽ എങ്ങനെ പിച്ച് ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ട് വൈസ് മൊത്തം 2 സൈഡും കംപ്ലീറ്റ് ആക്കി, അത് മോക്കപ്പ് ആക്കി, അങ്ങനെ ഒരു ബിഗ് സൈസിൽ അത് പ്രിൻ്റ് എടുത്ത് അവരെ കൊണ്ട് കാണിച്ച് കാണിക്കല്ല അവർ ഓക്കെ, അവർ ഹാപ്പി ആയി, ഇത് അടിപൊളിയാണ്, ഇതിലങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, അവർ അപ്രൂവൽ തന്നു നമുക്ക് ആർട്ടിന്. കയ്യിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഐപാഡിൽ ചെയ്ത് വെച്ച ഇല്ലുസ്ട്രേഷൻ വർക്ക്സാണ്. ഇത് നേരെ വെക്ടറൈസ് ചെയ്യണം, നേരെ അവർ തന്ന ഡയമെൻഷൻസിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ഹ്യൂജ് ടാസ്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഈ വെക്ടറാക്കാനുള്ള ദിവസം എന്ന് വെച്ചാൽ ഹക്കൽ ഓണത്തിൻ്റെ പരിപാടീൻ്റെ അന്നാണ്. എത്നിക് ഡ്രസ്സിലൊക്കെ ഇട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വന്ന് ഇവിടെ കുത്തിരുന്ന് അന്ന് മൊത്തം പണി ചെയ്തു. അപ്പോൾ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് മാറ്റേഴ്സ് അങ്ങനെയല്ലേ പറയാം. അപ്പോൾ എല്ലാം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് എല്ലാം വന്നു കഴിഞ്ഞ് വിത്തിൻ 1 day, അതായത് നമുക്ക് ഓണമുള്ള ദിവസം രാത്രി 12 മണി വരെ ഇന്ന് വർക്ക് ചെയ്ത്. വണ്ടിക്ക് വേണ്ടിയിട്ട് പേര് സജസ്റ്റ് ചെയ്തത് നഗരവണ്ടി എന്നായിരുന്നു. അത് നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഏതാ പേര് എന്ന് കുറേ ആലോചിച്ച്. ഹാപ്പിനെസ് ആയിട്ട് റിലേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഹാപ്പിനെസ്സിൻ്റെ കുറച്ച് കീവേഡ്സ് ആയിട്ട് ഞങ്ങളിങ്ങനെ മലയാളത്തിൽ അർത്ഥങ്ങൾ ഇങ്ങനെ തപ്പി വന്നു. അങ്ങനെ ആനന്ദം എന്ന് പറയുന്ന ഒരു ഇതിൽ ആന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം ഞങ്ങൾ ആനവണ്ടി എന്നുള്ളത് ആനന്ദവണ്ടി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാറ്റിയിട്ടാണ് ആ പേര് ഇതാക്കിയത്. നമ്മളാദ്യം വിചാരിച്ചു നമുക്കും കോർപ്പറേഷനും മാത്രമായിരിക്കും ഈ ആനന്ദവണ്ടി പോകുള്ളൂ എന്ന്. പക്ഷേ അതൊരു വലിയ ചർച്ച വിഷയമായി. അത് ന്യൂസിൽ വരാൻ തുടങ്ങി, ആൾക്കാരുടെ തമ്മിലൊരു സംസാരമായി തുടങ്ങി. എല്ലാ സ്ഥലത്തും ന്യൂസ് പേപ്പറിലും എവിടെയും എല്ലാ സ്ഥലത്തും അത് വിഷയമായി. അങ്ങനെ ഒരു തന്ന ഡെഡ്ലൈനിൽ തന്നെ ഞങ്ങളെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ഒരു പരിപാടി തുടങ്ങുന്നതാണ് കോർപ്പറേഷൻ്റെ ഭാഗത്ത് അവരെ അറിയിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചത് എന്താ ആവുക, ഇതെന്താ സംഭവിക്കുക, നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നീട് 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് നമ്മൾ വിട്ട്, സംഭവം എന്തായാലും നടക്കൂല, ഇത് ഒഴിവായി പോയിണ്ടാവും, ഒരു വേറെ എന്തെങ്കിലും പരിപാടിയിലായി ഉണ്ടാവും. വിഷമം ഉണ്ടോയെന്ന് വെച്ചാൽ വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. കാരണം അത്രയും വലിയ സ്കെയിലിൽ എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ട് പിന്നെ അത് കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പം വിഷമമുണ്ട്. അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം എൻ്റെ അബാനെ വിളിച്ചിട്ട് പറഞ്ഞത് പരിപാടി വീണ്ടും ഓണായിട്ടുണ്ട്, അപ്പം ഇനി പ്രിൻ്റ് ചെയ്യൽ, ബസ്സിൽ ഒട്ടിക്കൽ, ഇതിനൊക്കെ കൂടെ ഒരൊറ്റ ദിവസം ടൈമുള്ളൂ എന്ന് പറഞ്ഞു. സ്റ്റിക്കർ വർക്ക് കഴിയണം, ഒട്ടിച്ച് ഉദ്ഘാടനം ചെയ്യണം, ആ ഒരു രീതിയിൽ നമ്മളോട് എത്തുന്നത്. പ്രിൻ്റ് ചെയ്ത് വന്നപ്പം 40 feet സൈസ് വരുന്ന സാധനമൊക്കെ 40 inches അത്രയും ഷോർട്ടായി. അന്ന് ഈവനിങ് ആണ് ഒരു ഇനോഗ്രേഷൻ.
അവിടെ പോയി അന്ന് തന്നെ അതിൻ്റെ സൈസ് അലൈൻമെൻ്റ് എല്ലാം റെഡിയാക്കി ആ സൈസ് ഇതാക്കി നമ്മൾ പ്രിൻ്റ് എടുക്കുന്നു. അങ്ങനെ അവിടുന്ന് പ്രിൻ്റ് എടുക്കുന്നു, ഓടി വരുന്നു, ഒട്ടിക്കുന്നു. ലൈവ് പരിപാടിയാണ്, ഒറ്റൊരു ദിവസത്തെ പരിപാടിയാണ്. അപ്പം ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളൊരു ഡിസൈൻ പരിപാടിയാണെന്ന് ആദ്യം നബാൻ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളത് എങ്ങനെ പിച്ച് ചെയ്യുക, പോവുക, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അപ്പം ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന അന്ന് ഞങ്ങൾ ഫുൾ ടീം അവിടെ പോയി. ആദ്യമായിട്ടാണ് ഒരു വർക്ക് ഇങ്ങനെ കാണുന്നത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ടീം എല്ലാവരും അവിടെ സൈഡിൽ നിൽക്കുമ്പോൾ ഇവർ വന്ന് ചോദിക്കുന്നു, ഇതിന് കയറാൻ ടിക്കറ്റ് ഉണ്ടോ? ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഡിസൈൻ എന്തോരം വർക്ക് ചെയ്യുന്നു. പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്, പിന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനൊരു ഇൻ്റർവെൻഷൻ നല്ല സംഭവമായിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. പ്രായ ആൾക്കാരുണ്ട്, അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർ പാട്ട് പാടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്കാണ്, അതും കോർപ്പറേഷന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പരിപാടി ചെയ്ത് അതന്നേരം അത് കാണുന്ന ആൾക്കാർക്കാണേലും ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അത്. അങ്ങനെ ഫൈനലി ബസ് പുറത്ത് വന്നു. സോ അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇന്ന് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പം തന്നെ പറയണം എന്നുള്ളിടത്തു നിന്ന് നമ്മളത് എടുത്തതും, നമുക്ക് ചെയ്ത് പരിചയമില്ലാത്തൊരു കാര്യം നമ്മൾ സ്റ്റുഡൻസിനെ വെച്ച് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ, ദെൻ നമ്മൾ ഫോം ചെയ്ത ടീമും റൈറ്റ് ആയിരുന്നു. ഇൻ ദ എൻഡ് നമുക്ക് കുറച്ച് ഡിലേ ഒക്കെ വന്നെങ്കിലും ഫൈനലി ആ ബസ് പുറത്ത് വന്നതും ദെൻ എല്ലാവരും ഇപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതും, മെയിൻ സ്ട്രീം മീഡിയാസ് ആണെങ്കിലും ഡിസൈൻ സ്കൂൾ സ്പേസിലുള്ളവരാണെങ്കിലും ഹാരിസ് ആൻഡ് കോ ഏജൻസിയിലുള്ളവരാണെങ്കിലും അതിനെപ്പറ്റിയൊക്കെ നമ്മളടുത്ത് ചോദിക്കുന്നതും അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാക്കിയതും അതിലെല്ലാം നമ്മളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. സോ നമുക്ക് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിലും നമ്മൾ അന്ന് അതിന് ഒരു യെസ് പറഞ്ഞെടുത്ത് നമുക്ക് ഇന്ന് ഒരു കറക്റ്റ് ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടി.